ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ മുഖംമൂടി വെച്ച ഒരു സ്ത്രീയെ യേശു കണ്ടുമുട്ടുന്നതായി കാണാം. യേശു ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ ഭർത്താവ് ഇല്ല എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവളുടെ മുഖംമൂടി അഴിച്ചു മാറ്റി. അവൾക്ക് ഭർത്താവ് ഇല്ല എന്ന് പറഞ്ഞത് ശരിയാണെന്നും അവൾക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഉള്ളവൻ അവളുടെ ഭർത്താവല്ല എന്നും പറഞ്ഞു. ആ മുഖംമൂടിക്ക് പിന്നിൽ ഒളിക്കാൻ യേശു അവളെ അനുവദിച്ചില്ല. അതിനുശേഷമാണ് യേശു അവളോട് ചില സത്യങ്ങൾ പറയുന്നത്. അത് ഉൾക്കൊണ്ട അവൾ യേശുവിൻ്റെ സാക്ഷിയായി. മുഖംമൂടിയില്ലാത്ത മുഖങ്ങളോടെയാണ് നാം കർത്താവിനെ സമീപിക്കേണ്ടത്. എന്നാൽ മാത്രമേ സത്യം തന്നെയായ കർത്താവിനെ നമുക്കറിയാൻ പറ്റൂ. കർത്താവിൻ്റെ മഹത്വം കാണണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഖംമൂടിക്ക് പുറകിൽ ഒളിപ്പിക്കാൻ പാടില്ല. നാം മുഖംമൂടി ധരിക്കുന്നത് യഥാർത്ഥ നമ്മെ മറയ്ക്കാനാണല്ലോ. ദൈവത്തിനു പകരം നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും വിലമതിക്കപ്പെടാനും വിജയിക്കാനും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പലതരത്തിലുള്ള മുഖംമൂടികൾ അണിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ യഥാർത്ഥ നാം മുഖംമൂടിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. എങ്ങനെ? ആദവും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം ദൈവത്തെ കണ്ടപ്പോൾ അത്തിയില കൊണ്ട് വസ്ത്രം ധരിച്ച് ഒളിച്ചിരുന്നത് പോലെ. പക്ഷെ കർത്താവിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ശമരിയക്കാരി സ്ത്രീയും രക്തസ്രാവക്കാരി സ്ത്രീയും ഒന്നും മറഞ്ഞിരുന്നില്ല. ലൂക്ക 8:17 കേൾക്കൂ. വെളിപ്പെടാതെ രഹസ്യമായിരിക്കുന്നത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ലൂക്ക 12:2-3 കേൾക്കൂ. മറച്ചു വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, മുറികളിൽ വെച്ച് രഹസ്യമായി പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കും. ഇതുതന്നെ മത്തായി 10:26 പറയുന്നുണ്ട്. ഇത് യേശു പറയുന്ന സത്യവചനങ്ങളാണ്. പിന്നെ സഹോദരങ്ങളെ, നാം മുഖംമൂടി വെച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? നാം നമ്മുടെ മുഖംമൂടികൾ മാറ്റിയാൽ മാത്രമേ യേശുവിൽ ആനന്ദിക്കാനും സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാനും നമുക്കാകൂ. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ആളുകൾ അറിയുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്ത മുഖംമൂടികൾ നാം എല്ലാവരും ധരിക്കുന്നുണ്ട്. ഒരു മിഥ്യാധാരണ ഉണ്ടാക്കാനും നമ്മൾ തികഞ്ഞ ജീവിതമാണ് നയിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാനുമാണ് ഈ മുഖംമൂടികൾ നാം ധരിക്കുന്നത്. എബ്രായർ 4:13 കേൾക്കൂ. അവൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് വ്യക്തവും മറവില്ലാത്തതുമായി കിടക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. അതിനാൽ സഹോദരങ്ങളെ, മുഖംമൂടികൾ യേശുവിനൊപ്പം പ്രവർത്തിക്കില്ല. എന്തായാലും നമ്മളത് ധരിക്കാൻ ആഗ്രഹിക്കരുത്. നാം എന്താണ് ചെയ്തതെന്നും എന്താണ് ചിന്തിച്ചതെന്നും എന്താണ് ആഗ്രഹിച്ചതെന്നും ദൈവത്തിനറിയാം. നാം യേശുവുമായി യഥാർത്ഥത്തിൽ അടുക്കണമെങ്കിൽ മുഖംമൂടികൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് ധൈര്യം വേണം, പ്രവൃത്തിയും വേണം. പാപം ഏറ്റുപറയണം, ക്ഷമിക്കണം, ക്ഷമിക്കപ്പെടുകയും വേണം. നമ്മുടെ മുഖംമൂടികൾ അഴിച്ചു മാറ്റാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് മിക്ക ആളുകളും യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരാത്തത്. അവർ ഇപ്പോൾ നിൽക്കുന്ന മേഖല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സോൺ ആയിരിക്കും. എന്നാൽ ഇത് മാറ്റാതെ യേശുവിന് അടുത്തെത്താൻ പറ്റില്ല. കാരണം ഈ മുഖംമൂടി പാപത്തിൻ്റെ മറയാണ്. ഈ മറ നീക്കി മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചില്ലെങ്കിൽ നാം ഫോളോ ചെയ്യുന്നത് യേശുവിനെയല്ല. യേശുവിൻ്റെ ശിഷ്യരുടെ മുഖംമൂടി യേശുവിനെ അറിയുന്ന മാത്രയിൽ അഴിഞ്ഞു വീഴും. യേശുവിനെ സ്വീകരിക്കുന്നവന് നിത്യജീവനുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യാത്ത യേശു പിന്നെ എന്തിനു മരിച്ചു? നമ്മുടെ ഈ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ശമ്പളമായ മരണം ഏറ്റുവാങ്ങി പകരം പാപികളായ നമുക്ക് നിത്യജീവൻ നൽകി. അങ്ങനെ യേശു കാൽവരിയിൽ നമ്മുടെ പകരക്കാരനായി. അങ്ങനെ ഇരിക്കെ പാപത്തിലിരുന്ന് പശ്ചാത്താപമില്ലാതെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന മനുഷ്യർക്ക് യേശു നമുക്ക് വേണ്ടി ചെയ്ത ഈ പ്രവൃത്തിയുടെ ഗുണഭോക്താക്കളാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല.
ദൈവം തൻ്റെ സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ച് നടപ്പാക്കിയ ഈ രക്ഷാകര പദ്ധതിയിലൂടെ പാപത്തിൽ നിന്ന് മോചനം നേടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുഖംമൂടി വലിച്ചെറിയൂ. നേരുള്ളവനും നിഷ്കളങ്കനുമായി ദൈവത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും നിൽക്കൂ. 2 കൊരിന്ത്യർ 3:16 കേൾക്കൂ. എന്നാൽ ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. 17 ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം എല്ലാവരും മൂടുപടം നീങ്ങിയ മുഖത്തോടുകൂടെ കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിൻ്റെ തേജസ് പ്രതിബിംബിക്കുന്നവരായി ആത്മാവാകുന്ന കർത്താവിൽ നിന്നെന്ന പോലെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു. ഇതിനുള്ള കൃപ ഏവർക്കും ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.